KSEB-யின் தீர்மானங்களை கண்டித்து சிபிஐ மாவட்ட கமிட்டியின் தலைமையில் தொடுபுழை KSEB எக்ஸிக்யூட்டிவ் இன்ஜினியர் அலுவலகம் முன்பாக போராட்டம் நடத்தப்பட்டது. சிபிஐ மாநில கவுன்சிலிங் அங்கத்தினர் KK சிவராமன் போராட்டத்தை துவக்கி வைத்தார். கேபிள் டிவி துறையை தகர்க்கக்கூடிய KSEB-யின் நடவடிக்கையை எதிர்த்து கேபிள் டிவி ஆபரேட்டர் அசோசியேஷனின் தலைமையில் போராட்டங்கள் கடுமையாக நடைபெற்று வருகின்றன. இதன் பாகமாகத்தான் ஜனவரி 31 கருப்பு நாளாக அனுசரிக்கப்பட்டு தொடர்ந்து இடுக்கி மாவட்ட கமிட்டியின் தலைமையில் தொடுபுழை KSEB எக்ஸிக்யூட்டிவ் இன்ஜினியர் அலுவலகம் முன்பாக போராட்டம் நடத்தப்பட்டது. போராட்டத்தை சிபிஐ மாநில கவுன்சிலிங் அங்கத்தினர் KK சிவராமன் துவக்கி வைத்தார். காந்தி ஸ்கொயரிலிருந்து ஊர்வலமாக வந்த தொண்டர்கள் அலுவலகம் முன்பாக வந்தடைந்தனர். தொடர்ந்து போராட்டத்திற்கு துவக்கம் குறிக்கப்பட்டது. சிபிஐ மாநில கவுன்சிலிங் அங்கத்தினர் KK சிவராமன் போராட்டத்தை துவக்கி வைத்தார். ഇവിടെ ഒരു സമരം നടക്കുകയുണ്ടായി. അന്നും ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. നമ്മുടെ സംസ്ഥാനത്ത് ഈ TV ചാനലുകൾ കാണുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ അതിനാവശ്യമായ ലൈൻ വലിച്ച് അവരെ സഹായിക്കുന്നത് ഈ കേബിൾ TV ശൃംഖലയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള വിഷൻ. നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നഗരങ്ങളിലൊക്കെ ഒരർത്ഥത്തിൽ ഇവർ ചെയ്യുന്ന സേവനം അതൊരു സേവനം കൂടിയായി കാണാൻ നമുക്ക് കഴിയും. പരിമിതമായ പണം ഓരോ വീട്ടിൽ നിന്നും ഈടാക്കിക്കൊണ്ടാണ് ഈ പോസ്റ്റുകളിലെല്ലാം കേബിൾ വലിച്ച് വീടുകളിലേക്ക് അത് എത്തിച്ചു നൽകുന്നു. അപ്പം അത് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡ് അവർക്ക് സഹായകമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ഈ രംഗത്തെ കുത്തകകളോടെടുക്കുന്ന അതേ സമീപനം തന്നെ ഈ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരോട് സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. KSEB-ക്ക് കൂടുതൽ പണമുണ്ടാക്കുന്നതിന് ഈ ചെറുകിട സംരംഭകരെ കൊള്ളയടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ഒരുതരം കൊള്ളയടിയാണ്. ഒരിക്കലും ഈടാക്കാൻ കഴിയാത്ത ഫീസ്, ഒരിക്കലും നൽകാൻ കഴിയാത്ത ഫീസ്, ആ വലിയ ഫീസ് ഇത്തരക്കാരിൽ നിന്നും ഈടാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ സാധാരണ ജനങ്ങളെയാണ് ഇത് ബാധിക്കാൻ പോവുക. ഈ ചാനലുകൾ കാണുന്ന അതിൻ്റെ കണക്ഷനുള്ള കുടുംബങ്ങൾ, അവരെ കൂടി ഇത് ബാധിക്കും. കേബിൾ TV രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല, സ്വാഭാവികമായിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതൽ പണം കൊടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെന്റ് അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡ്, ആ വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ വേറെ പരിശോധിക്കണം. അത് ഈ കേബിൾ TV രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ചെറുകിട ആളുകളിൽ നിന്നും അത് ഈടാക്കുക എന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത്.
கேபிள் டிவி பிராட்பேண்ட் தேவைக்காக பயன்படுத்தக்கூடிய மின்சார போஸ்டில் ஒன்றிற்கு கூடுதலாக வயர்கள் இழுத்தால் ஒவ்வொரு வயர்களுக்கும் சிறப்பு வாடகை கொடுக்க வேண்டும் என்ற கேஎஸ்இபியின் தீர்மானம். வாடகை கொடுக்கவில்லை என்றால் கேபிள்களை அங்கிருந்து எடுத்து மாற்றுவதாக அதிகாரிகள் தெரிவித்திருந்தனர். இந்த நடவடிக்கை கேரளா விஷன் போலுள்ள சிறிய கேபிள் டிவி துறையை தகர்ப்பதற்கும் ஜியோ உட்பட உள்ள கார்ப்பரேட்டுகளுக்கு உதவி செய்வதற்கும் தான் இதுபோன்ற நடவடிக்கை. இதை கண்டித்துதான் போராட்டம் நடத்தப்பட்டது. വൈദ്യുതി ബോർഡ് കേരളത്തിലെ ഈ സാധാരണക്കാരായ ഈ തൊഴിലാളികളെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ബാഡ്ജും വലിയൊരു പേരും ഒക്കെയാണ്. പക്ഷേ ഇതെല്ലാം സാധാരണക്കാരായ ചെറുപ്പക്കാരായ മറ്റ് തൊഴിൽ കിട്ടാൻ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന തൊഴിലാളികൾ തന്നെയാണ് ഇവർ. അവരെ ഈ മേഖലയിൽ നിന്നും നിഷ്കാസിതമാക്കി ബഹിരാഷ്ട്ര കുത്തകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ഇടപാടുകൾക്ക് തുടക്കം കുറിക്കുന്ന നടപടിയാണ് വൈദ്യുതി ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ₹1 ഒരു പോസ്റ്റ് എന്ന നിലയിൽ നിന്നുമൊക്കെ മാറി ഇപ്പോൾ അത് ₹300 അതിനു മുകളിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ വൈദ്യുതി ബോർഡ് പോസ്റ്റ് ഒന്നിന് അങ്ങനെ കണക്കാക്കി പൈസ ഈടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഈ നാട്ടിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കല്ല, കേബിൾ ടി വി കണക്ഷൻ എടുത്തിരിക്കുന്ന ആളുകളായ സാധാരണക്കാരായ ആളുകൾക്ക് കൂടി ബാധകമായ ഒരു വിഷയമായി മാറും. എന്നാൽ ഇന്ന് വീണ്ടും ഇന്നലെ മുതൽ കേരളമൊട്ടാകെ 900-ഓളം വരുന്ന മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുകയും പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനമൊട്ടാകെ നടത്തുകയും ചെയ്യും. ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, പാവപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഒരു തൊഴിൽ മാർഗം എന്ന രീതിയിൽ കണ്ടെത്തിയ ഒരു സംരംഭമാണ് കേബിൾ ടി വി നെറ്റ്വർക്കുകൾ. ഏതാണ്ട് 30 വർഷത്തെ പാരമ്പര്യത്തിനിടയ്ക്ക് 2006 മുതലാണ് നമ്മൾ ഒറ്റക്കെട്ടായി ഒരു സംവിധാനത്തിലേക്ക് കടന്നു വന്നത്. KCCL എന്ന് പറയുന്ന ആ സംവിധാനം ഇന്ന് ലോകത്തിനും രാജ്യത്തും മാതൃകയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് ശരിക്കും. ഇന്നലെ ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിച്ചുകൊണ്ട് എല്ലാ KRCB സെക്ഷൻ ഓഫീസിലേക്കും മാർച്ചും ധർണയും നടത്തി. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ നടത്തുവാൻ കഴിയാഞ്ഞ തൊടുപുഴയിൽ ഇന്ന് ഈ സമരപരിപാടിയുമായി ഞങ്ങൾ കടന്നു വരുന്നത്. സനീഷൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ KSEB ഇന്നലെ വരെ എടുത്ത നിലപാടുകൾ തിരുത്തി ഇന്ന് വേറൊരു നിലപാടിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് ഇന്ന് കടന്നു വരേണ്ടി വന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങളുടെ മുഴുവൻ പോസ്റ്റുകളും എണ്ണി ടാഗ് ഇടിച്ച് എഗ്രിമെന്റ് വെച്ച് ബില്ല് ചെയ്യിച്ചതാണ്. എന്നാൽ ആരുടെയോ ഒത്താശയോടെ ആരെയോ ഇവിടെ വാഴിക്കുന്നതിന് വേണ്ടി വീണ്ടും പോസ്റ്റുകൾ എണ്ണി ടാഗ് ഇടണമെന്നാണ് പറയുന്നത്. ഇവിടെ ഉദ്ഘാടന പ്രാസംഗികൻ പറഞ്ഞ പോലെ ഒരു ടാഗ് ഇടണമെങ്കിൽ ഏതാണ്ട് 20-22 രൂപയുടെ ചെലവ് വരും, അതിന്റെ പണികൾ വരും. അതെല്ലാ വർഷവും ചെയ്യണം എന്ന നിലയിലേക്ക് KSEB നീങ്ങുകയാണ്. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കേബിൾ കെട്ടുന്ന സ്ഥാനത്ത് 3-4 കേബിൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം വ്യത്യസ്തങ്ങളായി പൈസ ഈടാക്കണമെന്ന KSEBയുടെ നയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. റിലയൻസ് ഇവിടെ കേബിൾ വലിച്ചിട്ടുണ്ട്. 68-70 ഫൈബറാണ് അതിനകത്തൂടെ പോകുന്നത്. ഓരോ ഫൈബറിനും ഇവർ കേബിളിന് പൈസ ഈടാക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഇവിടെ സാധാരണക്കാരൻ നടത്തുന്ന കേബിൾ ടിവിയിൽ മണ്ണ് വാരിയിട്ടിട്ട് ആരോഗ്യയോട് വാഴിക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഗവൺമെന്റുമായി ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം ഞങ്ങൾക്ക് LDF ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ എല്ലാവരുമായി ബന്ധപ്പെട്ട് ചർച്ചയും സമരത്തിന്റെയും ഭാഗമായി ഞങ്ങൾക്ക് 45 രൂപയായി ഒരു പോസ്റ്റിനെ നിജപ്പെടുത്തി തന്നതാണ്. 145 രൂപയായി ഒരു പോസ്റ്റിനെ നിജപ്പെടുത്തി തന്നതാണ്. അതിനുശേഷം ഇപ്പോൾ വർധനവ് വർദ്ധിപ്പിച്ച് ബോർഡിലെ ഏതോ ഒരാൾ അതിനകത്ത് എഴുതി വെച്ച ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റിനും ഡിജിറ്റലിനും 2 വാടക നൽകണമെന്ന വാർത്ത നൽകിക്കൊണ്ടാണ് ഇപ്പോൾ 500 രൂപയുടെ ബില്ല് എല്ലാ ഓപ്പറേറ്ററുടെയും അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ സമരം നമ്മുടെ KSEBയുടെ പുതിയ നിലപാടുകൾക്കെതിരെയാണ്. സമരത്തിൻ്റെ മുഖം മാറ്റുവാൻ നമുക്ക് തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപുഴയിൽ ഇടുക്കി ജില്ലാ ഡിവിഷണൽ ഓഫീസിന് മുമ്പിൽ ഈ സമരം നടത്തിയത്.
ഇതിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ പ്രിയപ്പെട്ട ഓപ്പറേറ്റർമാർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. காங்கிரஸ் முன் பிளாக் தலைவர் ஜாஃபர் கான் முகமது வரவேற்புரையாற்றினார். சிஓஏ மாநில ட்ரெஷரர் சிபிபிஎஸ், சிஓஏ மாவட்ட தலைவர் சனீஷ் இம்மானுவேல், சிஓஏ மாவட்ட செயலாளர் சாஜி சி ஜோசப், சிஓஏ மாநில கமிட்டி அங்கத்தினர் அகஸ்டின் கே டானியல் போன்றவர்கள் போராட்டத்திற்கு தலைமை வகித்தனர். தொடர்ந்து பல்வேறு பகுதியிலிருந்து சிஓஏ மேഖலை கமிட்டி அங்கத்தினர்கள், சிபிஐ தொண்டர்கள் உட்பட உள்ளவர்கள் போராட்டத்தில் பங்கெடுத்தனர். ഞങ്ങൾ ഉയർത്തിയ പ്രസ്ഥാനം തച്ചു തകർക്കാൻ നോക്കരുത്. ഞങ്ങൾ ഉയർത്തിയ പ്രസ്ഥാനം ന്യൂസ് ബ്യൂറോ അടിമാലി.